ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിന്ന് ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓർഡർ ആൻഡ് റാങ്കിങ് ബാങ്കിനും എസ് എസ് സിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എസ് സിക്ക് എന്ന് പറഞ്ഞാൽ ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് മിനിമം ഒരു ക്വസ്റ്റനെങ്കിലും എല്ലാ പ്രിലിംസിനും ചോദിക്കാറുണ്ട്. എസ് എസ് സി നിങ്ങൾക്കറിയാലോ, ലോജിക്കൽ റീസണിങ് ആണ്. നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നിങ്ങൾക്ക്. ബാങ്കിനാണെങ്കിലും റാങ്കിങ് മിനിമം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഓർഡർ ആൻഡ് റാങ്കിങ് എന്നുള്ള ടോപ്പിക് സിമ്പിൾ ടോപ്പിക്കാണ്. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. ജസ്റ്റ് അതായത് യാതൊരു മിസ്റ്റേക്കും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് 1 അല്ലെങ്കിൽ 2 മാർക്കോ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് നോക്കാം ഓർഡർ ആൻഡ് റാങ്കിങ് എന്താണെന്ന് നോക്കാം. ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ നമ്മൾ ഫസ്റ്റ് റാങ്കിങ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യം കവർ ചെയ്യുക. ഓർഡറിങ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടോപ്പിക്കാണ്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഫസ്റ്റ് റാങ്കിങ് എന്നുള്ള ടോപ്പിക്ക് നോക്കാം. ഓക്കെ, സോ അതിന് നമുക്ക് എന്താണ് റാങ്ക് എന്നറിയണം. റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ നമ്പർ വിച്ച് ടെൽസ് us the position of a person or a thing in a group. അതാണ് റാങ്ക്. റാങ്ക് എന്ന് പറഞ്ഞാൽ എ നമ്പർ വിച്ച് ടെൽസ് us the position of a person or a thing in a group. സോ നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിൽക്കുകയാണ്, ഒരു ക്യൂവിലോ അല്ലെങ്കിൽ ഒരു ബെഞ്ചിൽ കുറച്ച് പേര് ഇരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പൊസിഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് റാങ്ക്. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് റാങ്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ താഴെ തന്നിരിക്കുന്ന ഈ ഫിഗർ നോക്കാം. അത് നമുക്കൊരു ബെഞ്ചായിട്ട് സങ്കല്പിക്കാം. ഓക്കെ, ഒരു ബെഞ്ചായിട്ട് സങ്കല്പിക്കാം. ആ ബെഞ്ചിൽ നമുക്ക് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സോ എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇ എന്നുള്ള വ്യക്തിയുടെ പൊസിഷൻ എന്താണെന്ന് നമുക്കറിയണം. ഇ എന്നുള്ള വ്യക്തിയുടെ പൊസിഷൻ എന്താണെന്ന് നമുക്കറിയണം. ഈ ബെഞ്ചിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്, അതിൽ ഇ എന്നുള്ള വ്യക്തിയുടെ പൊസിഷൻ എന്താണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, സോ ഈ ബെഞ്ചിൻ്റെ ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ബെഞ്ചിൻ്റെ റൈറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ. സോ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ എ 1ാമത്, ബി 2ാമത്, സി 3ാമത്, ഡി 4ാമത്, ഇ 5ാമത്, അതായത് 5th ആണ്. ഓക്കെ, സോ ഇ എന്ന് പറഞ്ഞാൽ 5th ഫ്രം ലെഫ്റ്റ് ആണ്. 5th ഫ്രം ലെഫ്റ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് നിന്ന് 5ാമതാന്ന് പറയാം. ഓക്കെ, ഈസ് റാങ്ക് ഈസ് 5th ഫ്രം ലെഫ്റ്റ്, അങ്ങനെ പറയാം. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ എച്ച് ആയിരിക്കും ആദ്യത്തെ. ഓക്കെ, ജി 2ാമത്തെ, എഫ് 3rd, ഇ 4th. ഓക്കെ, സോ ഈസ് റാങ്ക് ഈസ് 4th ഫ്രം ദ റൈറ്റ്. ഓക്കെ, 4th ഫ്രം ദ റൈറ്റ്. അപ്പോൾ ഇയുടെ പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഈ 2 നമ്പർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? അതായത് 5th ഫ്രം ലെഫ്റ്റും 4th ഫ്രം റൈറ്റും അല്ലേ? ഈ 2 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇയുടെ റാങ്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇയുടെ റാങ്ക് അല്ലെങ്കിൽ പൊസിഷൻ കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ബേസ് ഒന്ന് തറവാക്കാൻ വേണ്ടി, എന്താണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് തറവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി താഴെ നോക്കാം. 1 person is equal to 1 rank is equal to 1 position. ഓക്കെ, സോ അതായത് ഇപ്പോൾ ലെഫ്റ്റ് നിന്ന് എണ്ണുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു റാങ്കാണ് വരിക അല്ലേ? എക്ക് 1ാമത്തെ റാങ്ക്, ബിക്ക് 2ാമത്തെ റാങ്ക്, സിക്ക് 3ാമത്തെ റാങ്ക്, ഡിക്ക് 4ാമത്തെ റാങ്ക്, ഇക്ക് 5ാമത്തെ റാങ്ക്, എഫിന് 6ാമത്തെ റാങ്ക്. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഓരോ റാങ്ക് വരും. അതേപോലെ റൈറ്റിൽ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഓരോ റാങ്ക് വരും. ഓക്കെ, അല്ലാണ്ട് നമുക്കിപ്പോൾ എക്ക് ലെഫ്റ്റിൽ നിന്ന് ഉണ്ടപ്പോൾ 1ഉം 2ഉം റാങ്ക് എ അങ്ങനെ വരില്ലല്ലോ, അങ്ങനെ വരും, സ്വാഭാവികം. ഓക്കെ, സോ നമുക്ക് റാങ്കിങ് എന്നുള്ള ടോപ്പിക്കിൽ ആകെ ഒറ്റൊരു ഫോർമുല ഉള്ളൂ. ഫോർമുല എന്ന് പറയുന്നത് ആകെ ഒറ്റൊരു ഫോർമുല ഉള്ളൂ. ഓക്കെ, അതാണ് ഈ കാണിക്കുന്നത്. ടി ഈസ് ഈക്വൽ ടു എൽ പ്ലസ് ആർ മൈനസ് 1. ടി ഈസ് ഈക്വൽ ടു എൽ പ്ലസ് ആർ മൈനസ് 1. അതിൽ ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ റോ. എൽ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ദ ഗിവൺ പേഴ്സൺ ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ആർ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ദ ഗിവൺ പേഴ്സൺ ഫ്രം ദ റൈറ്റ് എൻഡ്. ഓക്കെ, ഗിവൺ പേഴ്സൺ ഫ്രം ദ റൈറ്റ് എൻഡ്. സോ ഇങ്ങനെ നമുക്ക് പറയാം, അതായത് ടോട്ടൽ ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ്
റൈറ്റ് മൈനസ് 1, ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന എക്സാമ്പിൾ തന്നെ നോക്കാം. ഒരു ബെഞ്ചിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിലേതെങ്കിലും ഒരു വ്യക്തിയുടെ ലെഫ്റ്റ് എന്നുള്ള റാങ്കും റൈറ്റ് എന്നുള്ള റാങ്കും നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബെഞ്ചിൽ അല്ലെങ്കിൽ ആ റോയില് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ? ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ ഒരു ഫോർമുല നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത ആ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഈയുടെ റാങ്ക് നമുക്കറിയാം, ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും. ഈയുടെ റാങ്ക് ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും നമുക്കറിയാം. ലെഫ്റ്റ് നിന്ന് 5th ആണ്, റൈറ്റ് നിന്ന് 4th ആണ്. ഓക്കെ, നമുക്ക് ഈ റോല് ടോട്ടൽ എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മുടെ ഫോർമുല ഇതാണ്, L + R - 1. L + R - 1 അല്ലേ? ഇതിൽ L എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇ ആണ്. ഗിവൺ പേഴ്സന്റെ ലെഫ്റ്റ് എന്നുള്ള റാങ്ക്, അതായത് 5. ലെഫ്റ്റ് എന്നുള്ള റാങ്ക് 5 ആണ് അല്ലേ? അതുപോലെ ആർ എന്താണ്? റൈറ്റ് എന്നുള്ള റാങ്ക്, അതായത് 4. റൈറ്റ് എന്നുള്ള റാങ്ക് 4 അല്ലേ? 4 - 1, അതായത് 9 - 1 = 8 കിട്ടും. 9 - 1 = 8 കിട്ടും. ശരിയല്ലേ? 8 പേരല്ലേ ഈ റോളിരിക്കുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8. 8 പേരാണ് ടോട്ടൽ റോളിരിക്കുന്നത്. അതാണ് നമുക്ക് ഇതേ ഫോർമുല വെച്ചിട്ട് കിട്ടിയത്. ഓക്കെ, അത് ബേസിക് ആപ്ലിക്കേഷനാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ ഫോർമുല നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ T = L + R - 1. ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുല. ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റനിൽ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് ചോദിക്കേണ്ട ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ റൈറ്റ് എന്നുള്ള റാങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡ് എന്നുള്ള റാങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് എന്നുള്ള റാങ്ക് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിലുള്ള റാങ്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ? അതായത് T + 1 - R, അതായത് ഈ സെയിം ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ. T + 1 - R. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള റാങ്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള റാങ്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങനെയും നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. R = T + 1 - L. ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? R = T + 1 - L. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ ഒരു റോ ആണ്, അതായത് ഒരു ബെഞ്ചിൽ കുറച്ച് പേര് ഇരിക്കുന്ന കാര്യമാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു റോനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ ഒരു ക്യൂവിൽ കുറച്ച് ആൾക്കാർ നിൽക്കുകയാണ്. അതും ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ലേ ആൾക്കാർ നിൽക്കുക. ഓക്കെ, അപ്പോഴും നമുക്ക് ഈ സെയിം ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ലെഫ്റ്റും റൈറ്റും എന്നുള്ളത് ഫ്രണ്ട് ബാക്ക് ആവും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഒരു റോയില് കുറച്ച് ആൾക്കാർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അറ്റത്തും റൈറ്റ് അറ്റത്തും അങ്ങനെയല്ല നമ്മൾ പറയാം. ഓക്കെ, ഒരു ക്യൂവിൽ കുറച്ച് ആൾക്കാർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബാക്ക് എന്ന് പറയും അല്ലേ? ഒരു ക്യൂവിൽ കുറച്ച് ആൾക്കാർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബാക്ക് എന്ന് പറയും, അത്രേ ഉള്ളൂ, യാതൊരു വ്യത്യാസമില്ല. ലെഫ്റ്റിനെയും റൈറ്റിനെയും ഫ്രണ്ടിനെയും ബാക്കായിട്ട് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ്, നമ്മൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. ലാസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റ് അവർ റിലീസ് ചെയ്യും. ഓക്കെ, ആ റാങ്ക് ലിസ്റ്റിലും ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ? സോ റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളതിന് പകരം ടോപ്പ് ബോട്ടം എന്നാവും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫോർമുലയ്ക്ക് യാതൊരു മാറ്റമില്ല, ജസ്റ്റ് ആ നെയിമിങ് മാറി എന്ന് മാത്രം. ഓക്കെ, റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ബോട്ടം എന്ന് പറയും. ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് റാങ്കേഴ്സ് ബോട്ടം റാങ്കേഴ്സ് എന്ന് പറയില്ലേ, അതേ സെയിം അർത്ഥം. ടോപ്പ് ബോട്ടം എന്ന് പറയും. അതായത് ടോട്ടൽ ടോപ്പ് + ബോട്ടം -1. അപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്ര ആൾക്കാർ ടോട്ടൽ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ടോപ്പ് + ബോട്ടം -1. അതെന്ത്? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ടോപ്പ് എന്നുള്ള റാങ്ക് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതേ വ്യക്തിയുടെ തന്നെ ബോട്ടം എന്നുള്ള റാങ്ക് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ്
സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ഫോർമുല. റാങ്കിങ്ങിൽ ആകെ ഈ ഒരൊറ്റ ഫോർമുല മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഈ ഫോർമുല ബേസ് ചെയ്തിട്ട് 2-3 പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആർ സിറ്റിംഗ് ഓൺ എ ലോങ് ബെഞ്ച്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ജസ്റ്റ് ഒരു ഫിഗർ വരച്ചു. ഇതിനിപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ വരയ്ക്കുന്നു എന്നുള്ളൂ. സ്റ്റുഡൻറ്റ് എ ഈസ് സിറ്റിംഗ് 17th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. നമ്മൾ ലെഫ്റ്റ് എൻഡ് മാർക്ക് ചെയ്തു, റൈറ്റ് എൻഡ് മാർക്ക് ചെയ്തു. 17th ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ആൻഡ് ഈസ് ഓൾസോ 19th ഫ്രം ദ റൈറ്റ് എൻഡ്. ഓക്കെ, സോ ഇതിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഡോട്ടഡ് ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. ഇതിൽ എ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട്, എ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ്റ്. ആ സ്റ്റുഡൻറ്റിൻ്റെ പൊസിഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ സ്റ്റുഡൻറ്റ് ലെഫ്റ്റ് എന്നുള്ള റാങ്ക് 17 ആണ്. ആ സ്റ്റുഡൻറ്റിൻ്റെ തന്നെ റൈറ്റ് എന്നുള്ള റാങ്ക് 19 ആണ്. അല്ലേ? അതാണ് ഇപ്പോൾ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സിറ്റിംഗ് ഓൺ ദ ബെഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്തു, L+R-1 അല്ല, T = L+R-1. ലെഫ്റ്റ് എന്നുള്ള റാങ്ക് 17 പ്ലസ് റൈറ്റ് എന്നുള്ള റാങ്ക് 19 -1. ലെഫ്റ്റ് എന്നുള്ള റാങ്ക് 17 പ്ലസ് റൈറ്റ് എന്നുള്ള റാങ്ക് 19 -1. ഓക്കെ, 17 + 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 വരും. 36 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വരും. ഓക്കെ, നമ്മുടെ ആൻസർ 35 ആണ്, ഓപ്ഷൻ ബി.